ഇത് പറഞ്ഞ പോലെ തന്നെ ഇത് എല്ലാ പ്രായക്കാർക്കും ക്ലെയിം ഈ ഒരു സർട്ടിഫിക്കറ്റാണ് കിട്ടിയിരിക്കുന്നത്. അപ്പം ചെറുപ്പക്കാർ മുതൽ കൊച്ചുകുട്ടികൾ മുതൽ പ്രായമായവർക്ക് വരെ കാണാൻ പറ്റുന്ന ഒരു കണ്ടന്റാണ് അത് തന്നെ. അപ്പോൾ നമുക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഇതൊരു വലിയ സിനിമ ചെറിയ സിനിമ എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് മാറ്റി വെച്ചിട്ട് നമുക്ക് നല്ലൊരു സിനിമ കാണാം കുടുംബസമേതം എന്നുള്ള ചിന്തയോട് കൂടി തീർച്ചയായിട്ടും നമുക്ക് അപ്രോച്ച് ചെയ്യാവുന്ന ഒരു സിനിമയാണ് കരുതൽ എന്ന് പറയുന്നത് ഞാൻ 100% ഗ്യാരണ്ടി പറയുകയാണ്. അതുകൂടാതെ ഈ സിനിമ ഫെബ്രുവരി 6 ഇറങ്ങുമ്പോൾ ഈ കാണുന്ന എന്നെ കേൾക്കുന്ന എല്ലാവരും, അപ്പം നിങ്ങൾ തന്നെ പറഞ്ഞ മീഡിയക്കാരെ കുറച്ച് പേര് വന്നിട്ടുള്ളൂ, പറ്റുമെങ്കിൽ നിങ്ങൾ തന്നെ മറ്റുള്ള മീഡിയക്കാരോട് പറഞ്ഞ് നമ്മുടെ സിനിമ ഒന്ന് പ്രൊമോട്ട് ചെയ്യാൻ ശ്രമിക്കുക. പറ്റുമെങ്കിൽ നമ്മുടെ റിക്വസ്റ്റാണ്. കൂടാതെ അതിനുശേഷം ഞാൻ പറഞ്ഞത് ഷീജയുടെ പറഞ്ഞത് തന്നെ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് ഈ സിനിമ ഇറങ്ങിയതിന് ശേഷം ഇന്ന് വരാത്ത പല മീഡിയക്കാരും ഒരുപക്ഷെ നമ്മളെ വിളിച്ച് ചോദിക്കുമായിരിക്കും ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ വിശ്വസിക്കുന്നു. പിന്നെയുള്ളത് നിങ്ങൾ പറ്റുന്ന പോലെ നമ്മൾ സപ്പോർട്ട് ചെയ്യുക. ഈ സിനിമ തിയേറ്ററുകളിൽ തന്നെ പോയി എല്ലാവരും കാണുക എന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. ഞാൻ പറഞ്ഞു നമ്മൾ ഈ സിനിമ ഏതൊരു വ്യക്തിക്ക് തീർച്ചയായിട്ടും കാണാൻ പറ്റും. അതായത് 80% നമ്മുടെ മലയാളികളും വീടുകളിൽ കാരണന്മാർ തന്നെയുള്ളൂ. അപ്പോൾ അത് വിദേശത്തുള്ള ആളുകൾക്ക് കാണാൻ പറ്റുന്ന സിനിമയാണ്. നമ്മൾ ചില സിനിമ നോക്കിക്കഴിഞ്ഞാൽ അധികം നാട്ടിലുള്ളവരാണ് കൂടുതൽ കാണുന്നത്, വിദേശത്തുള്ള കുറച്ച് ആൾക്കാർക്ക് കാണാൻ പറ്റുന്നത്. പക്ഷെ ഇത് നാട്ടിലുള്ള ആളുകളും അതേപോലെ തന്നെ വിദേശത്തുള്ള ആളുകളും ഈക്വലി കാണേണ്ട സിനിമയാണ്. ഇത് രണ്ട് കാര്യങ്ങൾ, നാട്ടിലെ അവസ്ഥകളും അതേപോലെ തന്നെ വിദേശത്തെ അവസ്ഥയും ഈ സിനിമയിലൂടെ പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ അത് വിദേശത്തുള്ളവരും നാട്ടിലുള്ളവരും രണ്ട് കൈ നീട്ടി സ്വീകരിക്കുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവരും സിനിമ തിയേറ്ററിൽ പോയി കാണുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഇതിനകത്ത് പറഞ്ഞ ഒരു മെസ്സേജ് എത്രമാത്രം നിങ്ങൾക്ക് ഉൾക്കൊള്ളുക ആ ഒരു കാലഘട്ടത്തിൻ്റെ മാറ്റം എന്നുള്ള ആ ഒരു ചിന്തയോട് കൂടി ഇതിലൊരു മെസ്സേജ് നിങ്ങൾ സ്വീകരിക്കുമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. അമേരിക്കയിൽ നമ്മൾ റിലീസ് ഉണ്ടെന്നാണ് നമ്മുടെ കോപ്പറേറ്റീവ്സ് അവിടെ അറേഞ്ച്മെന്റ്സ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ അയർലൻഡിൽ റിലീസ് ചെയ്യുന്നുണ്ട്. പിന്നെ UK ഇങ്ങനെ സംസാരിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം അതിലേക്ക് ഒരു ഫൈനൽ സ്റ്റേജിലേക്ക് വരുന്നേ ഉള്ളൂ. പിന്നെ ഓസ്ട്രേലിയയിലും ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. ഇതൊരു പാൻ വേൾഡ് മൂവിയാണ്, നിങ്ങൾ അങ്ങനെ വേണം കാണാൻ. അല്ലാതെ നിങ്ങളിതിനെ ഒരു ചെറിയ സിനിമ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ഇതിനെ കൊച്ചാക്കരുത്. ഒരു പാൻ വേൾഡ് മൂവി. ഇവരെ ബാക്കിയുള്ളവരൊക്കെ ചെയ്യുന്ന പാൻ ഇന്ത്യനാണ്, ഇത് പാൻ വേൾഡാണ്.